നമസ്കാരം, വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തൃശൂർ പൂരം മലങ്കോലമാക്കിയതിൽ പോലീസ് ഇതര വകുപ്പുകൾക്ക് ഒരു വീഴ്ചയുമില്ലെന്ന ത്രിതല അന്വേഷണത്തിലെ ആദ്യ റിപ്പോർട്ട്. ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ശുപാർശ. ADGP മനോജ് എബ്രഹാം അന്വേഷിച്ചത് പോലീസ് ഇതര വകുപ്പുകളുടെ വീഴ്ച. ക്രൈസ്തവ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും കുറ്റപ്പെടുത്തൽ. സമുദായത്തെ വിഭജിച്ച് നശിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായും ആരോപണം. ബിഷപ്പിന്റെ പരാമർശങ്ങൾ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സമ്മേളനത്തിൽ. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പേരിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ആശാവർക്കർമാരെ ദ്രോഹിച്ച അവകാശ സമരം അട്ടിമറിക്കുകയാണെന്ന UDF കൺവീനർ MM ഹസൻ. CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയം. CPMന്റെ കേരള വികസനം കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിലൂടെയാണെന്നും ആരോപണം. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വനിതാ കരുത്തും സംഘശക്തിയും വിളിച്ചോതി പരിപാടികൾ. തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ കേരളവർമ്മ വായനശാല ഹാളിൽ വനിതാ ദിനാചരണം. വനിതാ ദിനത്തിൽ പുരുഷന്മാരും സജീവമായി പങ്കെടുക്കണമെന്ന സ്പെഷ്യൽ ജഡ്ജ് ആർമിനി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലും വനിതകൾക്ക് ആദരമൊരുക്കി. BMSന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. വ്യാസ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ഉദ്ഘാടനം ചെയ്തു. വിവാഹ സൽക്കാര ചടങ്ങുകളുടെ പേരിൽ പ്രകൃതിയെ പ്ലാസ്റ്റിക്കിൽ നിറയ്ക്കുന്ന നടപടിക്കെതിരെ വടിയെടുത്ത് ഹൈക്കോടതി. ആഘോഷ പരിപാടികളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്നും കോടതി. വിസ്മയ കാഴ്ചകൾ നാടിന് സമ്മാനിച്ച പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ഒരിക്കൽ കൂടി ചരിത്രച്ചെപ്പിലൊളിച്ചു. മുഖ്യ പങ്കാളിത്ത ദേശം കുമരനെല്ലൂരിന്റെ പൂരച്ചടങ്ങുകൾക്ക് സമാപനം. ക്ഷേത്രത്തിൽ നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഭക്തിസാന്ദ്രമായി. കുന്നംകുളം ACP CR സന്തോഷ്, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് ബാതിരിക്കോട്ടുകാവിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഭക്തി നിർലഹരിയിൽ സമാപനം. നാളികേര ഉൽപാദന ഇടിവിന് പരിഹാരം കാണാൻ ബഹുമുഖ പദ്ധതി. ഉൽപാദനക്ഷമതയിൽ വർധന ഉണ്ടാക്കുന്നതിനുള്ള വലിയ പരിശ്രമത്തിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലയിലെ തെങ്ങ് കർഷകർ. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ സമഗ്ര കേര പദ്ധതി, പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കോക്കനട്ട് കോംപ്ലക്സ്, ഗ്രീൻ ആർമി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച തെങ്ങിന്റെ പാഠശാലയ്ക്ക് സമാപനമായി. സമാപന യോഗം കൃഷി ശാസ്ത്രജ്ഞൻ കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ സാജൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ബെവുക്കോ ഇനി രാത്രിയിലും മദ്യം വിൽക്കും. നിലവിലെ സമയപരിധിയായ രാത്രി 9 കഴിഞ്ഞും മദ്യം വാങ്ങാൻ ആളെത്തിയാൽ നൽകണമെന്ന് പുതിയ നിർദ്ദേശം. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു. സാധാ ഔട്ട്ലെറ്റുകൾക്ക് പുറമെ പ്രീമിയം ഔട്ട്ലെറ്റുകൾക്കും നിലവിലെ ഉത്തരവ് ബാധകം. ഉപഭോക്താക്കൾ എത്തുമ്പോൾ സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി മദ്യം ലഭിക്കാത്തവരുടെ എണ്ണം കൂടുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ക്രമീകരണമെന്ന ബെവുക്കോയുടെ വിശദീകരണം. ഭാഗവത പുണ്യവുമായി പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ വ്യാസപ്രസാദം സത്സംഗ പരമ്പരയ്ക്ക് തുടക്കമായി. ശനിയാഴ്ച ഋഷഭദേവൻ മക്കൾക്ക് നൽകിയ ആത്മധനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. സംസ്കൃത അധ്യാപകനും പ്രഭാഷകനുമായ P രമേശ് നമ്പീശൻ ആചാര്യനായി. സഭാനികേതനിൽ ആരംഭിച്ച സത്സംഗ പരമ്പരയിൽ ശ്രോതാക്കളായി എത്തി നൂറുകണക്കിന് പേർ. നടത്തറ കേച്ചേരിയിൽ പഴം പച്ചക്കറി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഗോഡൌണിൽ തീ പടർന്നു. വൻ നാശനഷ്ടം. ഗോഡൌണിൽ സൂക്ഷിച്ച ഫയലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീ നിയന്ത്രണ വിധേയമാക്കി.